ഹലോ നമസ്കാരം. ഇതുണ്ടോ വലിയൊരു മീൻകുളം കേട്ടോ. നമ്മളിത് മീൻകുളം വൃത്തിയാക്കാൻ വേണ്ടി വന്നേക്കുക. ഇതുണ്ടോ ഇതിനകത്ത് മൊത്തം ഗൗരമീൻ കേട്ടോ, ഗൗരമീൻ. അപ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ ആദ്യത്തെ ഭാഗമായിട്ട് അതിൻ്റെ സൈഡുകളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് മീൻ പിടിച്ചിടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ജാറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം വെള്ളം നമ്മളിതിനകത്ത് മൊത്തം അഴിച്ചു വിട്ടേക്കുക. ഇതിനകത്ത് വെള്ളം പറ്റിക്കാൻ വേണ്ടി നമ്മൾ വെള്ളം മൊത്തം അഴിച്ചു വിട്ടേക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഈ വെള്ളം പറ്റുന്നതനുസരിച്ച് നമ്മളിതിൻ്റെ അകത്ത് ചെളി പോലെ ഒരുപാട് വേസ്റ്റുകൾ ഇതിനകത്ത് കിടപ്പുണ്ട്. അതെല്ലാം വൃത്തിയാക്കി നമ്മൾ ക്ലീനാക്കി കൊടുക്കണം. ഇതിൻ്റെ അകത്ത് നല്ല കാഴ്ചകളാട്ടോ നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അതായത് നല്ല ഗൗര മീനുകളാണ് ഇതിനകത്ത് മൊത്തം കിടക്കുന്നത്. മീനുകളെ പിടിച്ചിടാൻ വേണ്ടിയിട്ട് നമ്മൾ ജാറ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം നിറച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇറക്കി വെക്കും. ഇതിൻ്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് ഇതെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് വെള്ളം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ജാറ് മറിച്ച് ഇടും. മീനെല്ലാം ഇതിൻ്റെ അകത്തേക്ക് ആയിക്കോളും. ഏകദേശം 90% വെള്ളം പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇനി ഏകദേശം 90% വെള്ളം പറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിനി മീനുകളെ പയ്യെ പിടിച്ച് ഈ ജാറിനകത്തേക്ക് ഇടേണ്ട. ജാറ് മുങ്ങിപ്പോയി. ഇനി നമുക്കിതിനകത്ത് കിടക്കുന്ന ജവാന്മാരെയൊക്കെ നമുക്ക് പയ്യെ പയ്യെ കാണാൻ പറ്റും. അത് കിടപ്പുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ മലക്കുമ്പോഴാണ് കാണാം. അപ്പോൾ നമ്മൾ മീനെ പിടിച്ചു തുടങ്ങിയിട്ടത് ഫുള്ളുണ്ട്. ഉണ്ടോ ഏകദേശം ഒരു 2-3 കിലോ ഒക്കെ വരുന്നൊരു മീനാട്ടോ. അങ്ങനെ നമ്മളെ കുളം വറ്റിക്കൽ ഇത് കംപ്ലീറ്റ് ആയിട്ടോ. ഉണ്ടോ ചെളി പോലെ ചാണകം പോലെ കുറേ സംഭവങ്ങൾ, നല്ല സൂപ്പർ വളം കേട്ടോ. അത് കുറേ കിടപ്പുണ്ട്. അത് ഇവിടുത്തെ ഓണർ വന്നിരിക്കുന്നത് ഇങ്ങോട്ട് കോരി മാറ്റാനാണ് പറഞ്ഞേക്കുന്നത്. അതെ നമ്മുടെ അവസാനമായിട്ട് 2 മീനുണ്ട്. അതിനൊക്കെ പിടിച്ച് ഇതിൻ്റെ അകത്തൊക്കെ നിറച്ചും മീനാട്ടോ. ഉണ്ടോ പിന്നെ തുളുമ്പി കളിക്കുന്നുണ്ടോ. ഇതുണ്ടോ ആ ചകളയിലും എടുത്തോ. ചകളയിൽ കൈ ഉണ്ടാകട്ടായി അതങ്ങനെ ചാവില്ല. ഇതുവരെ ചത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ചേട്ടൻ കഴിക്കാൻ വേണ്ടിയിട്ട് 3 മീനെടുത്തിട്ടുണ്ട്. ഞങ്ങൾ തേകം വന്ന ഒരാളോട് പറഞ്ഞു നന്നായി കൊടുക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ പുള്ളി ഇവിടെ നന്നായിക്കൊണ്ടിരിക്കും കേട്ടോ. കണ്ടോ നല്ല കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഇനിയിപ്പോൾ ഇത് ശരിക്കും അടിച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ നല്ല തെളിഞ്ഞ വെള്ളം അതിനകത്ത് ഫില്ല് ചെയ്ത് ഈ മീൻ പിടിച്ച് വെച്ചേക്കുന്നില്ലേ അതെല്ലാം മറിച്ച് കഴിക്കണം. മറിച്ച് മീനെ തിരിച്ചങ്ങോട്ട് വരണം. നമുക്ക് കൊണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു 3 മീൻ തന്നിട്ടുണ്ട് കേട്ടോ. അതിനെ കാണിച്ചു തരാം. ഇതിനകത്താട്ടോ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ മീൻ തന്നേക്കണം. കണ്ടോ ഈ കിടക്കുന്നുണ്ടോ. ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടാകാം. ഇവിടുത്തെ ചേട്ടൻ തന്നേക്കുന്ന ഒരു 2-2.5 കിലോയൊക്കെ വരുന്ന മീനാട്ടോ. കുളം തേകാൻ വന്ന ഒരാൾക്ക് ചെറിയൊരു പണി കിട്ടി. ആ പണി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ പണി. ഞങ്ങൾ കുളം തേകാൻ വന്ന ആൾക്കാരാണ്. ചെറിയൊരു പണി വേറെ കിട്ടി. ചേച്ചി വെള്ളം പറ്റിച്ചിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് വേസ്റ്റ് അടിഞ്ഞേക്കണം കേട്ടോ. ചാണകവെള്ളം പോലെ നമുക്ക് തോന്നിക്കും. പക്ഷേ ചാണകവെള്ളത്തിനേക്കാളും ഒരു 10 മടങ്ങ് വളമുള്ള ഇതാട്ടോ. ഒരു ചെളി പോലെ ചാണകവെള്ളം ഭയങ്കര കൊഴുപ്പാണ്. നമുക്ക് കണ്ട ഭയങ്കര ഇറിറ്റേഷൻ തോന്നും. ആ രീതിയിലുള്ള സാധനം അതോ. ഇതൊക്കെ ചെടിക്ക് ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ, ചെടിക്കോ അല്ലെങ്കിൽ പച്ചക്കറിക്കോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഷൂക്കെന്ന് പറഞ്ഞ് വളർന്ന് കയറി വരും. അതുപോലെ സൂപ്പർ വളമാണ്. ഇപ്പോൾ നമ്മൾ കുളമെല്ലാം തേക്ക് നല്ല അടിപൊളി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. 2 പൈപ്പിൽ കൂടെ വെള്ളം ഫുള്ള് തുറന്ന് വിട്ടേക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിനകത്തിരിക്കുന്ന മീനുകളെല്ലാം ഇതിനകത്തേക്ക് തുറന്ന് വിടാം. കേട്ടോ 2 പൈപ്പിൽ കൂടെ സ്പീക്കറും വെള്ളം വന്നുകൊണ്ടിരിക്കുക. നമ്മൾ അടിപൊളിയാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം തുറന്നിട്ട് നമ്മൾ ചോറിനാൻ പോകാം.
അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഒരടി പൊക്കത്തിൽ വെള്ളമൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ മീനുകളെല്ലാം അതിനകത്തേക്ക് തുറന്നു വിടും.